ലെറ്റസ് ലേൺ ഈസിലി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ആദ്യ യൂണിറ്റായ നേച്ചേഴ്സ് പ്ലെൻറ്റി എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കെല്ലാം ഷെയർ ചെയ്യുക. നമ്മൾ എടുക്കുന്നത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളുടെ, അതുപോലെ തന്നെ അതിനുശേഷം മറ്റ് ക്ലാസ്സുകളുടേതും എല്ലാ വിഷയങ്ങളും എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും. നമുക്ക് തുടങ്ങാം. നേച്ചേഴ്സ് പ്ലെൻറ്റി. അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയിൽ പല കാര്യങ്ങൾ ഉണ്ട്. പ്രകൃതി എന്ന് പറയുന്നത് ഒരു നിഗൂഢതയാണ്, അല്ലേ? പ്രപഞ്ചം ഒരു നിഗൂഢതയാണ്. അപ്പം നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ചത്തെക്കുറിച്ച്? ലുക്ക് ഡീപ്പ് ഇൻ ടു നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവരിത്തിങ് ബെറ്റർ. എന്ത് ചെയ്യുക? നിങ്ങൾ പ്രകൃതിയിലേക്ക് വളരെ ആഴത്തിൽ, പ്രകൃതിയിലേക്ക് നിങ്ങൾ വളരെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാണ് ആര് പറഞ്ഞത്? ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പേപ്പർ കട്ടിങ് തന്നിട്ടുണ്ട്. ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്, അല്ലേ? നേച്ചേഴ്സ് ഡോട്ടർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ കുട്ടി അല്ലെങ്കിൽ പ്രകൃതിയുടെ മകൾ എന്ന് പറയുന്നത് അതാരാണെന്ന് നോക്കാം. ജാർഖണ്ഡിലാണ് ഈ സംഭവം നടന്നത്. ലിവിങ് ക്ലോസ് ടു നേച്ചർ ഈസ് ലിവിങ് ലൈഫ് ഇൻ ഫുൾ. അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതം തന്നെ സുരക്ഷിതമാക്കുക അല്ലെങ്കിൽ അർത്ഥപൂർണമാക്കുക എന്നതാണ് അർത്ഥം. അപ്പോൾ സൂര്യാമണി സ്റ്റോറി വിൽ ഡെഫിനറ്റ്ലി ബി ആൻ ഐ ഓപ്പണർ. അപ്പോൾ ഇവിടെ സൂര്യാമണി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആ കഥ എന്താണ്? ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും ഒരു ഐ ഓപ്പണർ ആയിരിക്കും. ഐ ഓപ്പണർ എന്ന് പറഞ്ഞാൽ ഒരു തുറന്ന കണ്ണ്. ചില ടു ദോസ് ഹൂ ഡിലിബറേറ്റ്ലി വാക്ക് എവേ ഫ്രം ദ നേച്ചർ. അതായത് പ്രകൃതിയിൽ നിന്ന് ഡിലിബറേറ്റ്ലി എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം പ്രകൃതിയിൽ നിന്ന് അകന്നു പോകുന്നവർക്ക് ഒരു തുറന്ന കണ്ണായിരിക്കും സൂര്യാമണിയുടെ ജീവിതം അല്ലെങ്കിൽ സൂര്യാമണിയുടെ കഥ എന്ന് പറയുന്നത്. സൂര്യാമണി ഈസ് എ ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റ് ഹൂ ലവ്സ് ദ ഫോറസ്റ്റ് ആൻഡ് കൺസിഡേർഡ് ഇറ്റ് ആസ് ഹെർ ഓൺ. അപ്പം സൂര്യാമണി എന്ന് പറയുന്നത് ഒരു ട്രൈബൽ നേച്ചർ ആക്ടിവിസ്റ്റാണ്. അത് അവരെന്ന് പറയുന്നത്, ഈ സൂര്യാമണി എന്ന് പറയുന്ന സ്ത്രീ, അവർ പ്രകൃതിയായിട്ട് അല്ലെങ്കിൽ കാടുകളിൽ ജീവിക്കുകയും കാടാണ് തൻ്റെ സ്വന്തം വാസസ്ഥലം എന്ന് പറയുന്ന വ്യക്തിയാണ് സൂര്യാമണി. ഷീ ലവ്സ് ദ ഫോറസ്റ്റ് ആൻഡ് ന്യൂ ദാറ്റ് ഷീ കുഡ് ഡു സംതിങ് ടു സേവ് ഇറ്റ്. അപ്പം സൂര്യാമണി എന്ത് ചെയ്യുന്നു? സൂര്യാമണി ഫോറസ്റ്റിനെ സ്നേഹിക്കുകയും ഫോറസ്റ്റിൽ ജീവിക്കുകയും ഫോറസ്റ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇൻ കോളേജ് ഷീ ബിക്കെയിം എ പാർട്ട് ഓഫ് ദ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ്. അപ്പം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പോലും, അതായത് സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അതായത് പാർട്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് സൂര്യാമണി. ഷീ വെൻറ്റ് ഓൺ നേച്ചർ വാക്ക് വിത്ത് ചിൽഡ്രൻ ഓൺ വീക്കെൻഡ്സ്. അപ്പം വീക്കെൻഡുകളിൽ എന്ത് ചെയ്യുമായിരുന്നു? കുട്ടികളോടൊത്ത് പ്രകൃതിയെ ആസ്വദിക്കാൻ വേണ്ടി, മാത്രമല്ല കുട്ടികൾക്ക് പ്രകൃതി എന്താണെന്ന്, കാട് എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നു. എക്സ്പ്ലെയിനിങ് ദാറ്റ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദ ഫോറസ്റ്റ്. അതായത് കുട്ടികളോട് അല്ലെങ്കിൽ നമ്മളോട് തന്നെ
സൂര്യാമണി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ സർവൈവൽ എന്ന് വെച്ചാൽ അതിജീവനം. നമ്മുടെ അതിജീവനം എന്ന് പറയുന്നത് ഫോറസ്റ്റിൻ്റെ അതിജീവനവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ. വാട്ട് ഈസ് ദിസ് ന്യൂസ് ഐറ്റം അബൌട്ട്? ഈ ന്യൂസ് എന്തിനെ കുറിച്ചാണ്? സൂര്യാമണി വർക്ക്ഡ് ഹാർഡ് ടു സേവ് ദ ഫോറസ്റ്റ്. ഹാവ് യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നേച്ചർ? അതായത് സൂര്യാമണി പലതരത്തിലാണ് എന്ത് ചെയ്തത്? ഫോറസ്റ്റിനെ, അതായത് വനനശീകരണത്തിനും എതിരെയായിട്ടും വനത്തെ സംരക്ഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? നമ്മളും അതായത് ചെയ്യാറുണ്ടല്ലേ. എന്ന് പറഞ്ഞാൽ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിനന്ന് നമ്മൾ എന്ത് ചെയ്യും? അതിനു വേണ്ട ചില പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് ഒരുക്കി വെക്കാറുണ്ട് അല്ലേ. Our survival is linked with the survival of the forest. Do you agree? Discuss this with your friends. അപ്പം നമ്മുടെ അതിജീവനവും വനങ്ങളുടെ അതിജീവനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ തത്വത്തോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ് എന്നാണ്. പിന്നെ എന്താണ്? ഇവിടെ നമ്മളതായത് നമ്മൾ ഫോറസ്റ്റിലേക്ക് ഒരു ട്രിപ്പ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ ടീച്ചറിൻ്റെ കൂടെ ഇമാജിൻ ചെയ്യുക, വിചാരിക്കുക. അപ്പോൾ ഒരു ഫോറസ്റ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കോളത്തിൽ എഴുതണം. പിന്നെ ഐ കുഡ് ഹിയർ, നമുക്ക് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കോളത്തിൽ എഴുതണം. ഐ കുഡ് സെൻസ്, നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കോളത്തിൽ എഴുതണം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏതാണ്? വലിയ വലിയ മരങ്ങൾ കാണാം അല്ലേ, മൃഗങ്ങളെ കാണാൻ സാധിക്കും അല്ലേ, അതുപോലെ വള്ളിപ്പടർപ്പുകൾ കാണാൻ സാധിക്കും. അപ്പം ക്രീപ്പേഴ്സ് അല്ലേ, വള്ളിപ്പടർപ്പുകൾ, ക്രീപ്പേഴ്സ്. അങ്ങനെ ബുഷസ് അല്ലേ, കുറ്റിക്കാടുകൾ കാണാം അല്ലേ, ഫ്ലവേഴ്സ് അല്ലേ, പലതരത്തിലുള്ള ഫ്ലവേഴ്സ്, ബിഗ് ആൻഡ് സ്മോൾ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് അല്ലേ, റൂട്ട്സ് അല്ലേ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതാം. ഐ കുഡ് ഹിയർ, എന്താണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്? ദ ചിർമിങ് ഓഫ് ബേർഡ്സ്, അതായത് പക്ഷികളുടെ കളകളാരവം. പിന്നെന്താണ്? ട്രിംഗ്ലിംഗ് ഓഫ് റിവേഴ്സ് അല്ലേ, അത് തന്നെ, അതായത് വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക്. പിന്നെയോ റോറിങ് ഓഫ് ലയൺ അല്ലേ, പിന്നെ അതായത് മൃഗങ്ങളുടെ സൗണ്ടുകളൊക്കെ നമുക്കിവിടെ കൊടുക്കാം. പിന്നെ ഐ കുഡ് സെൻസ്, എന്തൊക്കെയാണ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്, അതായത് അനുഭവിച്ചറിയാൻ പറ്റുന്നത്? ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ, ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, മണം അല്ലേ, അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. പിന്നെന്താണ്? ദ ടേസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട്സ് അല്ലേ, നമുക്ക് പഴങ്ങളുടെ ടേസ്റ്റ് അനുഭവിച്ചറിയത്തില്ലേ, അത് തന്നെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കോളത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെന്താണ്? ഇവിടെ മറ്റൊരു ടാസ്ക് തന്നിരിക്കുന്നത് റൈറ്റ് ഇൻ എ പാരഗ്രാഫ് വാട്ട് യു കുഡ് സീ ഹിയർ സെൻസ് ഇൻ എ ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് ഇവിടെ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊന്നും നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനിയാണ് നമ്മളുടെ കഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഹൗ ഫാർ ഈസ് ദ റിവർ, അതായത് റസ്കിൻ ബോണ്ട് എഴുതിയ ഒരു കഥയാണിത്. വളരെ രസകരമായ ഒരു കഥ. എന്താണ്? ഒരു കുട്ടി അതായത് നദിയിലേക്ക് പോകാനായിട്ട്, ആ നദിയെക്കുറിച്ച് അറിയാനായിട്ട് ഉള്ള ആ വ്യഗ്രത, നദിയെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള വ്യഗ്രത, അതിനെക്കുറിച്ചാണ് ഈ കഥ പറയുന്നത്. കേട്ടല്ലോ? അപ്പം നമുക്ക് നോക്കാം. ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടൻ. അപ്പം ബിറ്റ്വീൻ, ഇടയിൽ, ദ ബോയ് ആൻഡ് ദ റിവർ സ്റ്റുഡ് എ മൗണ്ടൻ, അതായത് ഈ ബോയുടെ, ഇതല്ലേ ഇവിടെ ഒരു ബോയ് കാണാം അല്ലേ, ഈ ബോയുടെയും ആ നദിയുടെയും ഇടയിലായിട്ട് എന്തുണ്ട്? ഒരു മൗണ്ടൻ ഉണ്ട്. മൗണ്ടൻ വെച്ചാൽ ഒരു മലയുണ്ട്. ദ ബോയ് വാസ് യങ് ആൻഡ് ദ റിവർ വാസ് സ്മോൾ. കുട്ടിയാണെങ്കിലോ വളരെ ചെറുതാണ്, യങ് ആണ്. അതുപോലെ നദിയും എന്താണ്? സ്മോൾ ആണ്, ചെറുതാണ്. ബട്ട് ദ മൗണ്ടൻ വാസ് ബിഗ്, എന്നാൽ ഈ മലയോ വലുതാണ് അല്ലേ.
ദ തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ ഹൈഡ് ദ റിവർ. അപ്പം ഈ അതായത് തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ ആണ്. ഈ മല എങ്ങനെയുള്ളതാണ്? തിക്ലി ഫോറസ്റ്റഡ് മൗണ്ടൻ ആണ്. ആ മല അതായത് വനത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മല എന്ത് ചെയ്തു? ഹൈഡ് ചെയ്തു ദ റിവർ. മറയ്ക്കുക അല്ലേ? ഹൈഡ് ചെയ്തു, മറയ്ക്കുക. ദ ബോയ് ന്യൂ ഇറ്റ് വാസ് ദർ. എന്നാൽ ഈ കുട്ടിക്ക് എന്തറിയാം? അതവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. ഏത്? ദ റിവർ. ആ റിവർ അവിടെ ഉണ്ട് എന്നുള്ള കാര്യം അറിയാം. എങ്ങനെ അറിയാം? ഹി ഹാഡ് നെവർ സീൻ ദ റിവർ വിത്ത് ഹിസ് ഓൺ ഐസ്. അവൻ്റെ സ്വന്തം കണ്ണുകളാൽ, സ്വന്തം നേത്രങ്ങളാൽ, നഗ്ന നേത്രങ്ങളാൽ ഇതുവരെ ആ നദിയെ അവൻ കണ്ടിട്ടില്ല. ബട്ട് ഫ്രം ദ വില്ലേജേഴ്സ് ഹി ഹാഡ് ഹേർഡ് ഓഫ് ഇറ്റ്. എന്നാൽ വില്ലേജേഴ്സ്, ഗ്രാമവാസികളുടെ വാക്കുകളിൽ നിന്ന്, അവരുടെ കഥകളിൽ നിന്ന്, അവരുടെ വർത്തമാനത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവ കേട്ടിട്ടുണ്ട്. ഹേർഡ്, കേട്ടിട്ടുണ്ട്. എന്തിനെയൊക്കെ കുറിച്ച്? ഓഫ് ദ ഫിഷ് ഇൻ ഇറ്റ്സ് വാട്ടർ. ആ വെള്ളത്തിലെ ഉള്ള ഫിഷുകളെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ആൻഡ് ഓഫ് ഇറ്റ്സ് റോക്സ്. അതുപോലെ തന്നെ ആ നദിയിലുള്ള പാറകളെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. ഹി വിഷ്ഡ് ടു ടച്ച് ദ വാട്ടർ ആൻഡ് നോ ഇറ്റ് പേഴ്സണലി. അവൻ എന്ത് ചെയ്തു? അവൻ വിഷ് ചെയ്തു. അവൻ്റെ ആഗ്രഹം, വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്തായിരുന്നു? തനിക്ക് പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ആ വാട്ടർ കാണണം, അതുപോലെ അതിനെ ഒന്ന് ടച്ച് ചെയ്യണം, അതിൻ്റെ ഫീലൊന്ന് അനുഭവിച്ചറിയണം. അതായിരുന്നു ആരുടെ ആഗ്രഹം? ഈ ബോയുടെ ആഗ്രഹം. ഓക്കെ. ഹി സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഹൗസ് ഓൺ ദ ഹിൽ ഓപ്പോസിറ്റ് ദ മൗണ്ടൻ. അവൻ എന്ത് ചെയ്തു? തൻ്റെ വീടിന് മുന്നിൽ നിൽക്കുകയാണ്. ഓൺ ദ ഹിൽ, ഒരു ചെറിയൊരു കുന്നിൻ മുകളിലാണ് തൻ്റെ വീടുള്ളത്. അത് ഇതിന് ഓപ്പോസിറ്റ് എതിരെ, എന്തിൻ്റെ എതിരായിട്ട്? ഈ മൗണ്ടന് ഓപ്പോസിറ്റാണ് എന്തുള്ളത്? തൻ്റെ വീടുള്ളത്. ആൻഡ് ഗേസ്ഡ് അക്രോസ് ദ വാലി. ഗേസ്ഡ് എന്ന് പറഞ്ഞാൽ ഉറ്റുനോക്കുക. വാലിയിലേക്ക് ഉറ്റുനോക്കി, തുറച്ചു നോക്കി. വാലി എന്ന് പറഞ്ഞാൽ താഴ്വര. എന്താണ്? ഗേസ്ഡ് അല്ലേ? അക്രോസ് ദ വാലീസ്, ഡ്രീമിങ് ഓഫ് ദ റിവർ. അതായത് ആ നദിയെക്കുറിച്ച് ഡ്രീം ചെയ്യുക എന്ന് വെച്ചാൽ സ്വപ്നം കണ്ടുകൊണ്ട് അവൻ ആ വാലിയിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കി. ഹി വാസ് അബൌട്ട് 12 years ഓൾഡ്. ആ കുട്ടിയുടെ പ്രായം എത്രയാണ്? 12 years ഓൾഡ് ആണ്. എ സ്റ്റഡ് ബോയ്. സ്റ്റഡ് ബോയ് എന്ന് വെച്ചാൽ നല്ല ആരോഗ്യവാനുള്ള, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോയാണ്. വിത്ത് അൺടൈഡ് ബ്ലാക്ക് ഹെയർ. അതായത് ചീകി വൃത്തിയാക്കി വെക്കാത്ത തരത്തിലുള്ള ഉഴപ്പിക്കിടക്കുന്ന മുടി അല്ലെ, ബ്ലാക്ക് ഹെയർ. ആൻഡ് ഷൈനിങ് ബ്ലാക്ക് ഐസ്. നല്ല കറുത്ത് തിളങ്ങുന്ന കണ്ണുകൾ ഉള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞ, ഫൈൻ ഫീച്ചേഴ്സാണ് അല്ലേ. ആൻഡ് എ ക്ലിയർ ബ്രൗൺ സ്കിൻ. അവൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നു? ബ്രൗൺ സ്കിൻ ആയിരുന്നു. ബട്ട് ഹിസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ് വെർ റഫ് ആൻഡ് സ്ക്രാച്ചേഡ്. അപ്പം അവൻ്റെ ഫീറ്റ് പാദങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? റഫ് ആൻഡ് സ്ക്രാച്ചഡ് ആയിരുന്നു. റഫ് പരിക്കനും, സ്ക്രാച്ചഡ് എന്ന് പറഞ്ഞാൽ വിണ്ട് കീറിയതൊക്കെ ആയിരുന്നു. ഹി വാസ് ബെയർ ഫൂട്ടഡ്. അവൻ എങ്ങനെയായിരുന്നു നടക്കുന്നിരുന്നത്? ബെയർ ഫൂട്ടഡ് എന്ന് വെച്ചാൽ ചെരുപ്പോ ഷൂ ഒന്നും ഇടാതെയായിരുന്നു നടന്നിരുന്നത്. നോട്ട് ബിക്കോസ് ഹി കുഡ് നോട്ട് അഫോർഡ് എ ഷൂസ്. അത് എന്തുകൊണ്ടായിരുന്നില്ല? കുഡ് നോട്ട് അഫോർഡ്, അതായത് ഒരു ഷൂ മേടിക്കാൻ ഉള്ള പ്രാപ്തി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ ബട്ട് ബിക്കോസ് ഹി ലൈക്ക് ദ ഫീൽ ഓഫ് വാം സ്റ്റോൺസ്. അവൻ എന്ത് ആഗ്രഹമായിരുന്നു അവന്? അതായത് വാം സ്റ്റോൺസിൻ്റെ ഫീൽ അവന് കിട്ടണം. അതായത് കല്ലുകളിൽ ചവിട്ടുമ്പോൾ ഇത് ചൂട് കാണും അല്ലേ, വാമായിട്ട്. അതുപോലെ തന്നെ കൂൾ ഗ്രാസ്, പുല്ലുകളിൽ ചവിട്ടുമ്പോൾ എന്ത് കിട്ടണം? തണുപ്പ് തനിക്ക് അനുഭവപ്പെടണം. അതിൻ്റെ ചൂടിൻ്റെയും തണുപ്പിൻ്റെയും ഒക്കെ അനുഭവം തനിക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് താൻ എങ്ങനെ നടന്നിരുന്നത്? ബെയർ ഫൂട്ടഡ് ആയിട്ട് നടന്നിരുന്നത്. അപ്പോൾ ഇറ്റ് വാസ് 11 o'clock ആൻഡ് ഹി ന്യൂ ഹിസ് പാരൻസ് വുഡ് നോട്ട് റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. സമയം എന്തായി? 11 o'clock ആയി അല്ലേ, 11 മണിയായി. അവനറിയാം, ഹി ന്യൂ ഹിസ് പാരൻസ് വുഡ് നോട്ട് റിട്ടേൺ ഹോം ടിൽ ഈവനിങ്. സന്ധ്യ ആകാതെ തൻ്റെ പാരൻസ്, രക്ഷകർത്താക്കൾ തിരിച്ചു വരില്ല എന്നുള്ള കാര്യം അവനറിയാം.
there was a loaf of bread and he could take with him. അടുക്കളയിൽ എന്തുണ്ട്? ലോഫ് ഓഫ് ബ്രെഡ്, ഒരു ബ്രെഡ് ഇരിപ്പുണ്ട്. ആ ബ്രെഡ് അവൻ എടുക്കാം എന്നുള്ള ഒരു തയ്യാറിലായിരുന്നു, കണക്കൂട്ടലിലായിരുന്നു. ആൻഡ് ഓൺ ദ വേ ഹീ മൈറ്റ് ഫൈൻഡ് സം ഫ്രൂട്ട്സ്. പോകുന്ന വഴിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് ഫ്രൂട്ട്സൊക്കെ കണ്ടു കിട്ടും അല്ലേ? അവൻ എങ്ങോട്ടോ യാത്ര ചെയ്യാനായിട്ട് അല്ലേ? മിക്കവാറും റിവറിലോട്ട് തന്നെ ആയിരിക്കാം. ഹിയർ വാസ് the opportunity he had waiting for. ഇതാണ് താൻ നോക്കി നിന്ന ആ ഓപ്പർച്യൂണിറ്റി, ആ അവസരം, ആ സുവർണ അവസരം ഇതാണ് അല്ലേ? ഹിസ് മദർ ആൻഡ് ഫാദർ ഹാഡ് ഗോൺ ടു വിസിറ്റ് റിലേറ്റീവ്സ് ഫോർ ദ എൻറ്റയർ ഡേ. തൻ്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തിരിക്കുന്നു? റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാൻ, ബന്ധുമിത്രാദികളെ വിസിറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഫോർ ദ എൻറ്റയർ ഡേ എന്ന് വെച്ചാൽ ആ ദിവസം മുഴുവനായിട്ട്. If he come home before dark, താൻ തിരിച്ച് അതായത് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരികയാണെങ്കിൽ, ബിഫോർ ദേ റിട്ടേൺഡ്, ആര് തിരിച്ചു വരുന്നതിന് മുമ്പ്? അവർ തിരിച്ചു വരുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? തൻ്റെ അച്ഛനും അമ്മയും തിരിച്ചു വരുന്നതിന് മുമ്പ്, താൻ ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ച് വീട്ടിലെത്തുകയാണെങ്കിൽ, they would not know where he did ബീൻ അല്ലേ? താൻ എവിടെ പോയിരുന്നു എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. അപ്പോൾ അവൻ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അവൻ എവിടേക്കാണ് പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ നിങ്ങളേവരും എന്ത് ചെയ്യണം? എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ, ഓൾ എന്ന ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണേ, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തെത്തിക്കണേ. അപ്പോൾ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നമുക്കിന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ബാക്കി ഭാഗമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.